എത്ര പ്ലാൻ ചെയ്താലും എന്ത് വിചാരിച്ചാലും അതൊന്നും എനിക്ക് നടക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഓടി ഓടി പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിന് ഞാനും ഹരിഷ്മയും പ്രിയയും കൂടിയിട്ട് ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ പോയിന്ന്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന്. കെട്ടിപ്പിടിക്കലും സറവറയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. ഓട്ടോ പിടിച്ചിട്ട് പോകണമെങ്കിൽ തന്നെ കുറച്ച് ദൂരം ഉണ്ടായിനി. പ്രിയ അതിൻ്റെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റെല്ലാം എടുക്കുന്നുണ്ട്, എന്നിട്ട് പോകാൻ നോക്കുന്നുണ്ട്. പോകുന്നത് ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടാണ്. കോവളത്തിൻ്റെയും പൂവാറിൻ്റെയും നടുവിലൊരു സ്ഥലമാണ്, ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ കയറുമ്പം തന്നെ നമുക്ക് ഭയങ്കര നിശബ്ദമായ അന്തരീക്ഷമായിരുന്നു. തറവാട് വീട്ടിലേക്ക് കയറി പോകുന്നത് പോലെ തോന്നിയില്ലേ, പണ്ട് കാലത്തെ വീടല്ലോ ഇല്ലേ, അതുപോലെ തന്നെ ചെയറും, അതുപോലെ തന്നെ ഇട്ടണിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടികൾ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എല്ലാവർക്കും വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് അവർ തന്നു. ബ്ലൂബെറീൻ്റെ ക്രഷങ്ങാറ്റ് ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളമായിരുന്നു. അത് കുടിച്ചു, നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വാഷ് ഏരിയയിൽ പോയിട്ട് ഒന്ന് വൃത്തിയാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ലൈബ്രറീൻ്റെ ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് അവിടെ ഒറ്റ മനുഷ്യരില്ല. ലൈബ്രറിയും ഉണ്ട്, പിന്നെ ക്യാരംസ് കളിക്കുന്ന സ്ഥലവും, അങ്ങനെ പല സ്ഥലങ്ങളും. താഴേക്ക് നോക്കിയപ്പോൾ നല്ല പച്ചപ്പും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വിടാൻ പറ്റുമോ, ഓരോ ആളായിട്ട് മാറി മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി, വീഡിയോ എടുക്കാൻ തുടങ്ങി, സെൽഫി എടുക്കാൻ തുടങ്ങി. ഇതന്നെ പണി. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും പണ്ട് കാലത്ത് പൊളിച്ച് മാറ്റിയ തറവാട് വീടെല്ലാം പോലെ തോന്നുന്നുണ്ടായിന്. ഇതുപോലത്തെ ഒരു വീട്ടിൽ നിൽക്കാനും വേണ്ട ഒരു ഭാഗ്യം. നിറയെ ബുക്കുകൾ ഉണ്ടായിന്, ബുക്കുകളൊന്നും എടുത്ത് നോക്കിയില്ല. ബുക്ക് എടുത്തിട്ട് ആ ഒരു സൈഡിൽ പോയിരുന്ന് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ വായിക്കാം, നല്ല രസമായിരിക്കും. ഒരു മണിച്ചിത്ര താഴിൻ്റെ ആ ഒരു ഇതും കിട്ടുന്നുണ്ടായിനി ഇതിലൂടെ നോക്കുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയിൽ എടുത്ത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇടത് ഭാഗത്ത് അതാ സ്വിമ്മിംഗ് പൂള് വിശാലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും നല്ല വെയിൽ പോലെ തോന്നി, ചൂടുണ്ടായിനി. അങ്ങനെ ആണെന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയിൽ എടുത്തിട്ട് നടന്ന് നീങ്ങി, എല്ലാം ഒന്ന് കണ്ട് രസിക്കണ്ടേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം പച്ചപ്പ്, നടുവിലായിട്ട് ഓരോ കോട്ടേജിനും ഓരോ പൈസയും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് സൗകര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിനെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോർട്ട് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് 3 ആൾക്ക് നിൽക്കാൻ പറ്റുന്ന ആ ഒരു സൗകര്യത്തിൽ ഇല്ലേനും, നിൽക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ലെങ്കിലും നമുക്ക് ഒരു ദിവസത്തേക്ക് അത്യാവശ്യം എന്തെങ്കിലും വെറുതെ പോയിട്ട് റെസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റുമല്ല, നല്ലതായിരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബീച്ച് കണ്ട്. ആ ബീച്ച് കണ്ടപ്പോഴത്തേക്കൊന്നും പറയണ്ട, പ്രിയനെ പിന്നെ കാണാനില്ല, ഓൾ ഓടിപ്പോയി ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അതിൻ്റെ ഭംഗി, നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ വേലി കെട്ടിയിട്ടുണ്ട്, നേരെ ബീച്ചിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ 3 ആളും കൂടി നേരെ നിന്നിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. ഒരുത്തി കാല് പൊക്കുന്നുണ്ടായില്ല, അവളെ കൊണ്ട് ഞാൻ കാല് പൊക്കിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു ഊഞ്ഞാല് കണ്ടപ്പോഴത്തേക്കുള്ള ഒരു ഓട്ടാണ് ഇത്. ഓടിപ്പോകുന്നുണ്ട് ഊഞ്ഞാല്. അപ്പോൾ അവളെ ഓട്ടം കണ്ടപ്പോഴത്തേക്കും ഞാനും ഓടിപ്പോയിട്ട് അവിടെ കിടക്കാൻ വെച്ച് കിടന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിലാണ്. 2-3 സെക്കൻഡ്, അതിൽ കൂടുതൽ അവിടെ കിടക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് അടുത്ത ഊഞ്ഞാൽ എവിടെ ഉണ്ടാവും നോക്കി കണ്ടുപിടിച്ചു. എന്നിട്ട് ഊഞ്ഞാൽ 3 ആളും കൂടിയിട്ട് ആടുന്നുണ്ട്. 3 ആളും ആടുമ്പോഴത്തേക്കും അതങ്ങ് താണു പോയി. പക്ഷേ നല്ല രസമുണ്ടായി. കുഞ്ഞു പിള്ളേരെ പോലെ ഇതുപോലെ ഊഞ്ഞാലാടാനും വേണമല്ലോ ഒരു ഭാഗ്യം. ഇനി ഭക്ഷണം കഴിക്കുന്ന ഏരിയ അടിപൊളിയല്ലേ. നമ്മളെ ചെക്ക് ഇൻ സമയം എന്ന് പറയുന്ന ആ റൂമിലേക്കുള്ളത് 2 മണി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും 2 മണിയാവും. നമ്മൾ രാവിലെ ഒരു 11 മണി വൈകുന്നേരമൊക്കെ എത്തിനി. അങ്ങനെ രാവിലത്തെ വെൽക്കം ഡ്രിങ്ക് തന്നെ അവർ തന്നിട്ടുണ്ടായിന്. പിന്നെ കറുമുറ പൊട്ടുന്ന ആ ഒരു സാധനമില്ലേ, അതും തന്നിട്ടുണ്ടായിന്. പിന്നെ അത് വിടാൻ പറ്റുന്നില്ല, തിന്നുകൊണ്ടിരിക്കൽ തന്നെയാണ്, കുടിക്കുന്നു തിന്നുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ബട്ടർ ചിക്കനും പിന്നെ നാനും ബിരിയാണിയും വന്ന്. ബട്ടർ ചിക്കൻ എല്ലാം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരിക്കൽ തിന്നാൽ വീണ്ടും തിന്നാൻ തോന്നുന്ന ഒരു സാധനം. റിസോർട്ടല്ലേ, പൈസേൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, നല്ല പൈസ ഉണ്ടായിനി. ഇതൊരു 4 സ്റ്റാർ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിനി. ഈ കഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് സ്വിമ്മിംഗ് പൂള്. ഉച്ചയായതുകൊണ്ട് തന്നെ ആരും പൂളിൽ ഇല്ല. കഴിക്കാൻ നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞാനെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണിയാണ്, അച്ചാറ്, സാലഡ്, പപ്പടം എല്ലാം കൂട്ടിയിട്ട് അതും കഴിക്കുന്നുണ്ട്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരുന്നു, സോഫ്റ്റ് ആയിട്ടുള്ള ബിരിയാണി, അതും നല്ല രസമുണ്ടായിനെ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഷേക്ക് വാങ്ങിക്കാമെന്ന്. അങ്ങനെ 2 ആളും ചോക്ലേറ്റ് ഷേക്കും ഞാൻ വാനില മിൽക്ക് ഷേക്കുമാണ് വാങ്ങിനി. അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കണം എന്ന് വിചാരിച്ച് നമ്മളെ കോട്ടേജിലേക്ക് പോയിന്ന്. അപ്പോൾ പുറത്ത് ഊഞ്ഞാലെല്ലാം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. നല്ല ശാന്തവും സമാധാനവുമുള്ള അന്തരീക്ഷം. പ്രിയേ, നിന്റെ സെലക്ഷൻ അടിപൊളി. അവളാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. കോട്ടേജിന്റെ അകത്തും അതുപോലെ നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഫീലാണ് മൊത്തത്തിലുള്ളത്. കർട്ടനെല്ലാം കസവുമുണ്ടാന്ന്. ചായ ആക്കാനും കാപ്പിയാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കൊക്കിന്റെ സ്വിച്ച് ഇല്ലേ, അങ്ങനത്തെ പണ്ട് കാലത്തെ അതാണുള്ളത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവർ 2 ആളും കൂടി വൈന് കുടിക്കുന്നുണ്ട്. ഹരിഷ്മ കൊണ്ടുവന്നതാണ്. ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി ഇട്ടു മൈസൂർ പാക്കും തിന്നുന്നുണ്ട്. എനിക്ക് വൈൻ ഇഷ്ടമല്ല. നല്ല കിളിവാതിലെല്ലാം ഉണ്ട്, അതിലൂടെ നമുക്ക് ഇതുപോലെ നോക്കാം. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ 3 എണ്ണം ഇറങ്ങി. അവർ ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ടു, അതായത് ഇതുപോലെ വീട്ടിൽ നിൽക്കുന്നത് പോലെ. ഞാൻ അതേപോലെ തന്നെ ബീച്ചിലോട്ട് പോകുന്നു. ഞങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറക്കില്ല. അങ്ങനെ ഓടിക്കൊണ്ടും നടന്നുകൊണ്ടും ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു.
തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് പോയിട്ട് നിൽക്കുക, ഫാമിലിക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പോയിട്ടൊരു ലിഫ്റ്റ് കയറിയിട്ട് താഴെ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലം, കുട്ടികൾക്കുള്ള പൂള്, പിന്നെ പലതരത്തിലുള്ള കോട്ടേജ്, നിൽക്കേണ്ട സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ മണ്ണിൻ്റെ ചട്ടിയാക്കുന്ന സ്ഥലം അത് അവർ പഠിപ്പിച്ച് തരും, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ കളിക്കാനുള്ളതുണ്ട്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ എല്ലാം കളിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ റോട്ടുമിലെത്താനായി. റോട്ടുമിലെത്തുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ബീച്ച് കാണാം. അവിടെ നിറയെ പിള്ളേർ ഫുട്ബോളും ബാസ്കറ്റ് ബോളും എന്തെല്ലോ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന് നിറയെ സ്ഥലമുണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ ശ്മശാനമാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് പിന്നെ ഒരു പള്ളി ഉണ്ടായിന്. അങ്ങനെ പലതും ഉണ്ട്. എന്തായാലും ഏരിയ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിന്. ബീച്ചിലാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കോവളം ബീച്ചാണിത്. കോവളം ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഏരിയ ആയിട്ട് വരും. കോവളത്തിൻ്റെയും പൂവാറിൻ്റെയും ഇടയിലാണ് നമ്മൾ ഈ ഒരു റിസോർട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പിലായിരുന്നു. സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതൽ തണുപ്പായിരുന്നു. മഴയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും തണുപ്പുണ്ട്. അപ്പം പിന്നെ നമ്മൾ ബീച്ചിലോട്ട് ചെറുതായിട്ട് കാല് നനക്കാനും എല്ലാം ഇറങ്ങി. നിറയെ ആൾക്കാരുണ്ട്, കുറേ ഫാമിലീസും എവിടെ നിന്നൊക്കെയോ വന്ന ആൾക്കാരും എല്ലാം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം ആക്സസ് ഉള്ള ബീച്ച് തന്നെയാണ്. ഇത് റിസോർട്ടിന് അടുത്താണെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വട്ടം കറങ്ങിയിട്ടും നേരെ നിന്നിട്ടെല്ലാം വീണ്ടും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആഴിമല ടെമ്പിളിൽ അത് കാണാൻ പറ്റും. നമ്മളെ ശിവൻ്റെ ഒരു സ്റ്റാച്യു എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും അടുത്താണ് ആഴിമല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം ഇവിടെ ആരപ്പരാണെങ്കിലും ഫാമിലീൻ്റെ അപ്പരാണെങ്കിലും ആരപ്പരാണെന്ന് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ആഴിമലയിലും പോണേ. എത്രയും അടുത്തായതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനിയിപ്പം ഞാനാണെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ നേരം കാലെല്ലാം നനച്ച് പിന്നെ കാല് മൂന്നാളത് ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത്, കാരണം നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാം, അതുപോലെ സ്റ്റോറി ഇടാം ഇൻസ്റ്റാഗ്രാമിൽ, അങ്ങനെ കുറേ എണ്ണം എടുത്ത്. അതാണ് ആഴിമല ടെമ്പിൾ. ശിവൻ്റെ വലിയ സ്റ്റാച്യു ആണ് നടന്ന് കാണുന്നുണ്ടായിനി. ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റാച്യു കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ നേരം ആടത്തേക്ക് നോക്കി നിന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ സൺസെറ്റ് കാണുന്നുണ്ടായിനി. സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ അങ്ങനെ കാണുന്നൊന്നുമില്ല, മേഘത്തിൻ്റെ ഉള്ളിലാണ് കാണുന്നുണ്ടായിനി. ഒന്ന് വട്ടം കറങ്ങി ഞാൻ എല്ലായിടത്തും നോക്കി കുറച്ച് ഫോട്ടോസും കൂടി എടുത്ത് പിന്നെ കുറേ നേരം അവിടെ നിന്ന് അങ്ങനെ ഒരു 7 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും 6:30-7 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. നടന്നിട്ട് അങ്ങ് എത്തണ്ടേ. നടന്ന് കുറച്ചങ്ങ് നടന്ന് മുമ്പോട്ട് നടന്നപ്പോഴത്തേക്കും നമുക്ക് വഴിയും തെറ്റി പോകുന്നുണ്ടേ. പിന്നെ അബദ്ധവശാൽ നമ്മൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നത് ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട ഈ ഒരു സ്ഥലമാണ് ഒരു ആയുർവേദ ആശുപത്രി. എന്തൊരു ഭംഗിയെ കാണാൻ, ഫുൾ കാട് നിറഞ്ഞിട്ടുള്ളെങ്കിലും നിറയെ ലൈറ്റെല്ലാം ഫിറ്റിയിട്ട് അടിപൊളി ഭംഗി, സൂപ്പറായിരുന്നു മൊത്തത്തിൽ. ആയുർവേദത്തിൻ്റെ ചികിത്സയെല്ലാം ചെയ്യുന്ന കുറേ പേര് അകത്ത് ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പോയിട്ടുള്ള റിസോർട്ടാണെന്ന്. പക്ഷേ അല്ല, ഇത്രയും ഭംഗി ഞാൻ കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇതിൻ്റെ വഴി തെറ്റിപ്പോയതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വീണ്ടും കിടക്കുന്നുണ്ട്. ഇത് വേറൊരു ഗേറ്റ് ആയിരുന്നു. ഇതിൻ്റെ മുമ്പോട്ട് കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ റിസോർട്ടിൻ്റെ ഗേറ്റ്. അങ്ങനെ അകത്തോട്ട് കടന്നപ്പോഴത്തേക്കും പ്രിയക്കും ഹരീഷ്മക്കും ആഗ്രഹം ബാസ്കറ്റ് ബോൾ കളിക്കണം, ബാസ്കറ്റിൽ ബോൾ ഇടണം. അങ്ങനെ കുറച്ച് നേരം അവർ രണ്ടാളും കൂടിയിട്ട് ബാസ്കറ്റിൽ ബോളിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും അവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും എല്ലായിടത്തും ലൈറ്റ് മിന്നിയിട്ടാണ് ഉണ്ടായിനി. നിറയെ ലൈറ്റൊന്നുമില്ല, കുറച്ച് ലൈറ്റ്. അങ്ങനെ കാണുമ്പോഴത്തേക്കാണ് ഒരു പ്രത്യേക ഭംഗി. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ക്ലിയർ ഇല്ല. അപ്പോൾ അങ്ങനെ റൂമിലെത്തി. ഇനി അടുത്ത ഭക്ഷണം കഴിക്കൽ രാത്രി 7:30 ആകുമ്പോഴത്തേക്കല്ലേ നമ്മൾ അടുത്ത ഭക്ഷണം. സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഒരു ഏരിയ കാണാൻ അടിപൊളിയല്ലേ. ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത് പിസ ആയിരുന്നേ. അതിന് മുമ്പ് രാവിലത്തെ വെൽക്കം ഡ്രിങ്കും കറുമുറ പൊട്ടുന്ന സാധനം വീണ്ടും കൊടുത്തുന്നു. അത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും കുടിച്ചു. പിസ ഓർഡർ ചെയ്യുന്നുണ്ട്, ചിക്കൻ പിസയാണ്, അത് തിന്നുന്നുണ്ട്. എന്തായാലും ഒരു ചിക്കൻ്റെ സാധനം ഓർഡർ ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് ഓർഡർ ചെയ്യുന്നത് മട്ടണായിരുന്നു. ചിക്കൻ പിസ തിന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ രണ്ട് പീസ് എല്ലാവർക്കും തിന്നാനുണ്ടായിന്. അത് കഴിയുമ്പോൾ തന്നെ നമ്മളെ വയറ് ഏകദേശം ഫുള്ളായി. പക്ഷേ എങ്കിൽ നമ്മൾ ചപ്പാത്തിയും മട്ടൻ കറിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ഇനി അത് വരുന്നത് വരെ എന്താക്കുന്ന നമ്മൾ ചിന്തിച്ചത്. ഇവിടുന്ന് പാട്ടെല്ലാം ഉണ്ടായിരുന്നു, ഫ്ലൂട്ട് കൊണ്ട് നല്ല മ്യൂസിക് വായിക്കുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യൻ. അടിപൊളിയായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് പാട്ടൊന്നും വേറെ വേണ്ട, ഈ ഒരു മ്യൂസിക് കേട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു രസമാണ്. പിന്നെ വർത്താനം പറയല്ലോ നമ്മൾ. അങ്ങനെ മട്ടൻ കറിയും ചപ്പാത്തിയും എത്തി. 2 ചപ്പാത്തിയും മട്ടൻ കറിയും എങ്ങനെ കുത്തിക്കയറ്റി എന്നുള്ള കാര്യം ഒരു പിടിയുമില്ല എൻ്റെ അമ്പോ. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. അപ്പോഴത്തേക്കെല്ലാം ദഹിക്കുമല്ലോ. ഒരു 8:45 ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. രണ്ടാളോടും കുറച്ച് സങ്കടത്തോടു കൂടി ഞാൻ ടാറ്റയെല്ലാം പറഞ്ഞിട്ട് ഞാനതാ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയെന്ന്. ഒരുപാട് സന്തോഷമുള്ള ഒരു നല്ല ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം.